പാലാ ടൗൺ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ചെളിക്കുളമായി മാറിയ സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് പിന്നാലെ ഓടേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ഇരിപ്പിടമില്ലാത്ത വെയിറ്റിംഗ് ഷെഡും തോന്നിയ പോലെ കയറിയിറങ്ങുന്ന ബസ്സുകളുമെല്ലാം അധികൃതരുടെ അനാസ്ഥ വ്യക്തമാക്കുകയാണ്. പാലാ ടൗൺ ബസ് സ്റ്റാൻഡ് ശോചനീയാവസ്ഥയിലായിട്ട് നാളുകൾ ഏറെയായി. നൂറുകണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിൽ കൂടി സുരക്ഷിതമായി നടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിലും സ്റ്റാൻഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ബസ്സുകൾ ഈ കുഴികളിൽ ചാടിയിറങ്ങുമ്പോൾ യാത്രക്കാരുടെ വസ്ത്രങ്ങളിലേക്കും ദേഹത്തേക്കും ചെളിവെള്ളം തെറിക്കുകയാണ്. രാമപുരം ഭാഗത്തേക്കുള്ള ബസ് നിർത്തുന്ന ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏത് നിമിഷവും ഉരുണ്ടു വീഴാവുന്ന അവസ്ഥയിലും കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ പൈപ്പുകൾ ദ്രവിച്ചു മാറിയ നിലയിലുമായി. കാറ്റും മഴയുമുള്ളപ്പോൾ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാർക്ക് നിൽക്കാൻ ഭയമാണെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൻ പറയുന്നു. ഈ അവസ്ഥയിൽ ഇത്രയും കണ്ടിട്ടും ഇവിടുത്തെ അധികാരികൾ, ബന്ധപ്പെട്ട മുനിസിപ്പൽ വാർഡ് കൗൺസിലർ, ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും മിക്കവാറും ഈ ഇതിലെ ഈ സമയത്തോടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ജനങ്ങൾ നേരിടുന്ന ഈ ദുരിതങ്ങളെക്കുറിച്ച് ആ കണ്ടിൽ നിന്നിരിക്കുന്ന ഇവരുടെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ജനങ്ങൾ ഇവിടെ വന്നാൽ ബസ് കാത്ത് മണക്കൂർ നിന്നാലും ഒന്ന് ഇരിക്കാനുള്ള സംവിധാനമില്ലെന്ന് പറഞ്ഞാൽ തന്നെയല്ല, റോഡിൻ്റെ കുഴികൾ, വലിയ കുഴികൾ, ഈ വർഷകാലത്ത് കുഴി നിറഞ്ഞ് വെള്ളം കിടക്കുന്നു. കുഴി നിറഞ്ഞ് വെള്ളം കിടക്കുമ്പോൾ ബസ് വരുമ്പോൾ ആ കുഴിയിൽ ചാടി നടന്നു പോകുന്ന യാത്രക്കാരുടെ ദേഹത്തേക്ക് വസ്ത്രങ്ങളിലേക്കും ചെളിവെള്ളം തെറിച്ച് അവർ ഉദ്ദേശിക്കുന്ന ജോലി സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്ന അവസ്ഥ. എറണാകുളം ഭാഗത്തേക്ക് ബസ്സുകൾ നിർത്തുന്ന ഭാഗത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാനുമില്ല. ബസ് സ്റ്റാൻഡിൻ്റെ ശുചിമുറി ഭാഗത്തെ ഭിത്തികൾ വിണ്ടുകീറി ഏത് നിമിഷവും താഴെ വീഴാവുന്ന അവസ്ഥയിലുമാണ്. ഭിത്തിക്കുള്ളിൽ കൂടി ആൽമരം വളർന്നു നിൽക്കുന്നതാണ് ഭിത്തി തകരാൻ കാരണം. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഭിത്തിയുടെ ഒരു ഭാഗം അടർന്നു വീണിരുന്നു. ബസ് സ്റ്റാൻഡിൻ്റെ തകർച്ച പരിഹരിക്കുവാനും യാത്രക്കാർക്ക് ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനും മുനിസിപ്പൽ അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ അടക്കമുള്ളവരുടെ ആവശ്യം. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.